നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിലെ ഇസ്ഫഹാനിൽ 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക പ്രയോഗിച്ചു. ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കുന്നത് ഇസ്ഫഹാനിലാണ് എന്ന് അമേരിക്ക കരുതുന്നു. ഇസ്ഫഹാനിലെ ആയുധശാലയ്ക്ക് നേരെയായിരുന്നു അമേരിക്കൻ ആക്രമണം. ആക്രമണത്തിന്റെ വീഡിയോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടു. അത്യന്തം ഭയാനകമായ കാഴ്ചയാണ് ആക്രമണത്തിൻ്റേത്. തീഗോളമായി ആ പ്രദേശം മാറുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുറേനിയം സൂക്ഷിക്കുന്ന ഇസ്ഫഹാനിൽ നടന്ന ഈ ആക്രമണം ലോകത്തെ നടുക്കുന്നു. മറുവശത്ത് ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവായുധമാക്കി മാറ്റുമോ എന്ന ചർച്ചകൾക്കിടയിലാണ് അപ്രതീക്ഷിതമായ ഈ പ്രഹരം. ഇറാന്റെ രഹസ്യ ആണവ പദ്ധതിയെക്കുറിച്ച് പലവട്ടം അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അലി ഖമനേയി എന്ന പരമോന്നത നേതാവും ട്രംപും തമ്മിലുള്ള വാഗ്വാദത്തിന് പിന്നിൽ ആണവായുധ നിർമ്മാണം തന്നെ. ഒടുവിൽ അലി ഖമനേയി കൊല്ലപ്പെട്ടു. അലി ഖമനേയിയുടെ മകൻ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയെ സംബന്ധിച്ച് ഏത് ആക്രമണത്തിനും മടിക്കില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവായുധമാക്കി മാറ്റി അവർ ഇസ്രയേലിനും അയൽ രാജ്യങ്ങൾക്കും നേരെ ആക്രമണം തൊടുക്കുമോ എന്ന ഭയം ലോകത്തിൽ നിൽക്കവെയാണ് അപ്രതീക്ഷിതമായ ഈ പ്രഹരം. ട്രംപിൻ്റെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ പലപ്പോഴും ചേർച്ചയില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന പ്രതീതി നൽകി ഇന്നലെ ട്രംപ് ചില പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് തൽക്കാലം അങ്ങനെ തൽസ്ഥിതി തുടരട്ടെ. അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ് ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കകം അതിശക്തമായ പ്രഹരം അമേരിക്ക നൽകുന്നു. കൃത്യതയോടെ ഇറാനെ ആക്രമിച്ചു വീഴ്ത്തുക തന്നെയാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം എന്ന് വ്യക്തം. ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തോട് പറഞ്ഞു, നമ്മൾ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ ഏറ്റവും വിനാശകരമായ ആക്രമണങ്ങൾ ഇനി ഇറാൻ നേരിടേണ്ടി വരും. ഇറാന്റെ ഊർജ്ജ മേഖലയടക്കം ആക്രമിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇന്നലെ ഇസ്രയേൽ നടത്തിയത്. ഇറാനിയൻ ഭരണകൂടത്തിന് ശക്തി പകരുന്ന സാമ്പത്തിക ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിലേക്ക് തങ്ങൾ ഇനി ശ്രദ്ധിക്കുമെന്നാണ് ഇന്നലെ ഇസ്രയേൽ പറഞ്ഞത്. ഇറാന്റെ സൈനിക ശേഷി കുറയ്ക്കുക, ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ ഉൾപ്പെടെ ഇറാൻ ഉയർത്തുന്ന വിദൂര ഭീഷണികൾ കുറയ്ക്കുക, ഇവ ലക്ഷ്യമിട്ടായിരുന്നു ഇതുവരെ ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ ഇനി ഇറാന്റെ അസ്തിത്വം തകരണമെങ്കിൽ അവരുടെ സാമ്പത്തിക അടിത്തറ പൊളിക്കണം. ഇറാനിയൻ ജനതയ്ക്ക് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കലാണ് ഇനിയുള്ള ആക്രമണഘട്ടമെന്ന് ഇസ്രയേൽ കരുതുന്നു. ഇസ്രയേലി വ്യോമസേന ഇറാനിൽ നടത്തിയത് ആയിരക്കണക്കിന് ആക്രമണങ്ങൾ. വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ, ആയുധ നിർമ്മാണ സൈറ്റുകൾ, ചില ആണവ സൗകര്യങ്ങൾ, വിവിധ ആസ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ 13,500-ലധികം ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇറാന്റെ സൈനിക ഉൽപ്പാദന വ്യവസായങ്ങളുടെ നട്ടെല്ല് തകർത്തു എന്നാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ മറുവശത്ത് ഇപ്പോഴും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്ന ഇറാനെയാണ് ലോകം കാണുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിൽ അവശേഷിപ്പിക്കാൻ ഇറാന് കഴിയുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു, ഇറാനെ തകർക്കുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടന്നുള്ള ആക്രമണങ്ങൾ അവർ തുടങ്ങുമ്പോൾ മറുവശത്ത് അമേരിക്ക ഒപ്പം ചേർന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നു. നിലവിലെ സംഘർഷത്തിനിടയിലും 2025 ജൂണിൽ 12 ദിന യുദ്ധത്തിലും ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിന് നേർക്ക് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. എന്നിട്ടും സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ആ യുറേനിയം ലോകത്തിന് ഭീഷണിയാണ് എന്ന് കരുതുന്നതിനിടയിലാണ് അമേരിക്കയുടെ ഈ പുതിയ ആക്രമണം. 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാമിലധികം യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇത് 11 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ കഴിയും. 5000-ഓളം ആണവ ബോംബുകളുള്ള അമേരിക്കയെ സംബന്ധിച്ച് ഇറാന്റെ പക്കലുള്ള ഈ ആണവായുധം അത്ര ഭീഷണി ഉയർത്തുന്നില്ല. എന്നാൽ ഇസ്രയേലിനും UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും വലിയൊരു ഭീഷണി തന്നെയാണ് ഇറാന്റെ ഈ ആണവ ശേഖരം. വലിയ തോതിൽ പ്രതിരോധ ചെലവ് ഉയർത്തി ഇക്കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് പാസാക്കി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിനെ സംബന്ധിച്ചേറെ നിർണായകമാണ് പുതിയ പ്രതിരോധ ബജറ്റ്. ഇറാന്റെ സാമ്പത്തിക മേഖല തകർക്കുന്ന തലത്തിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കും എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ തെക്കൻ മേഖലയിലെ പ്രധാന ഇറാനിയൻ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ ആക്രമണം നടത്തി.
ഇറാനിലെ ഏറ്റവും വലിയ 2 സ്റ്റീൽ ഫാക്ടറികൾക്ക് നേരെയും ഇസ്രയേൽ ബോംബാക്രമണം നടത്തി. അമേരിക്ക ഇസ്രയേലിനോട് നിർദ്ദേശിച്ചാൽ ഇസ്രയേലിൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയാവും ഇനി ആക്രമണങ്ങൾ തുടരുക. ഇത് ഭയാനകമായ സ്ഥിതിവിശേഷം ലോകത്തിൽ സംജാതമാകാൻ ഇടവരുത്തുമെന്ന് ട്രംപ് കരുതുന്നു. ട്രംപിൻ്റെ വെറും വാഗ്വാദങ്ങൾ കൊണ്ട് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേൽ കരുതുന്നു. അതുകൊണ്ടാണ് ഇസ്രയേൽ ഗൾഫ് രാജ്യങ്ങളോട് ഒരു പൈപ്പ് ലൈൻ വഴി ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി മെഡിറ്ററേനിയൻ കടലിലേക്കോ മറ്റ് ബദൽ മാർഗങ്ങളിലേക്കോ തിരിയാൻ ആവശ്യപ്പെടുന്നത്. ആക്രമണത്തിൻ്റെ അവസാന ഘട്ടമാണ് ഇനി തങ്ങൾ നേരിടേണ്ടത് എന്ന് കൃത്യതയോടെ ഇറാനും മനസ്സിലായി. ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് മറുവശത്ത് ഇറാൻ. തിങ്കളാഴ്ച ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാല ലക്ഷ്യമിട്ട് അവർ മിസൈൽ ആക്രമണം നടത്തി. വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തുവെങ്കിലും അവശിഷ്ടങ്ങൾ പതിച്ച് വലിയ തീപിടുത്തമുണ്ടായി. ഇസ്രായേലിൻ്റെ ഊർജ്ജ മേഖലയിലെ പ്രധാനപ്പെട്ട സംവിധാനമാണ് ഹൈഫയിലെ ബസാൻ എണ്ണ ശുദ്ധീകരണശാല. ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയായിരുന്നു ഇറാൻ മിസൈൽ തൊടുത്തത്. ഇതിനിടെ ഇറാഖിലെ മുഹമ്മദാല വ്യോമത്താവളത്തിന് നേരെയും മിസൈൽ ആക്രമണമുണ്ടായി എന്ന് ഇറാഖ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് ഇറാനിലെ 40ഓളം സൈനിക വ്യവസായ കേന്ദ്രങ്ങൾ തങ്ങൾ ബോംബിട്ട് തകർത്തുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ നാവികസേന ഉന്നതൻ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. റവല്യൂഷണറി ഗാർഡിന്റെ റിയർ അഡ്മിറൽ അലി റസെറ്റ് ടാങ്സിരിയുടെ മരണമാണ് ഇപ്പോൾ ടെഹ്റാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗുരുതരമായ പരിക്കുകളേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത് എന്ന് റവല്യൂഷണറി ഗാർഡ്സ് പ്രസ്താവനയിൽ പറയുന്നു. ഇറാനെ നേരിടുമ്പോൾ ഭൂമിശാസ്ത്രപരമായ ചില ഘടകങ്ങൾ കൂടി കണക്കിലെടുക്കണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. കാർക്ക് ദ്വീപിലേക്ക് അമേരിക്കൻ സൈനികർ അംഫിബിയസ് ആക്രമണം നടത്താനുള്ള സാഹചര്യം മുൻനിർത്തിയാണ് നെതന്യാഹുവിന്റെ ചില വാക്കുകൾ. സൗദി അറേബ്യയ്ക്ക് കുറുകെ പടിഞ്ഞാറോട്ട് ഊർജ്ജ പൈപ്പ് ലൈനുകൾ ചെങ്കടലിലേക്കും മെഡിറ്ററേനിയനിലേക്കും തിരിച്ചുവിടുന്നത് ദീർഘകാല പരിഹാരമായി നെതന്യാഹു നിർദ്ദേശിക്കുന്നു. സൗദി അറേബ്യ, UAE, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് കടലിടുക്കിൽ പ്രാദേശിക ജലാതിർത്തിയുണ്ട്. എന്നാൽ ഹോർമുസിന്റെ മറുവശത്ത് ഇറാൻ നിലയുറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഈ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ഭീഷണി ഉയർത്തുന്നു. കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിച്ച് ആഗോള ഊർജ്ജ വിപണികളെ ഭീഷണിപ്പെടുത്താനുള്ള കഴിവ് ഇറാനുണ്ട് എന്ന് നെതന്യാഹു സമ്മതിച്ചു. ഇറാനുമായുള്ള യുദ്ധം പാതി വഴിയിൽ എത്തിയിരിക്കുന്നുവെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇനി പൂർത്തീകരണ ഘട്ടം. ഈ ഘട്ടത്തിലെങ്കിലും പാശ്ചാത്യ ലോകം ഉണരണമെന്നാണ് നെതന്യാഹുവിന്റെ ആവശ്യം. ഇപ്പോൾ ലോകത്തിന് മുന്നിൽ സ്പെയിൻ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിന് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. അതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ ചില വാക്കുകൾ. ഒരു ഉണർവ് ആഹ്വാനമാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വളരെ കാലമായി ഇറാനിയൻ ഭീഷണി ലോകത്തിന് മുന്നിൽ ഒരു അപകടമായി നിൽക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉണരുമോ എന്ന ചോദ്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്ന് നെതന്യാഹു പറഞ്ഞു. വർഷങ്ങളായി ഇറാൻ ആണവായുധങ്ങളും വിതരണ സംവിധാനങ്ങളും പിന്തുടരുന്നുണ്ട്. അവർക്ക് 4000 കിലോമീറ്റർ ദൂരത്തിൽ വാർഹെഡുകൾ എത്തിക്കാൻ തക്ക മിസൈലുകളുണ്ട്. പാശ്ചാത്യ ലോകം കൂടുതൽ ജാഗ്രതയോടെ ഈ അവസ്ഥയെ കാണണമെന്നും നെതന്യാഹു പറഞ്ഞു. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വീണ്ടും ആക്രമണം കടുപ്പിച്ചപ്പോഴാണ് ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചുള്ള അതിതീവ്രമായ ആക്രമണ ഘട്ടത്തിലേക്ക് ട്രംപ് കടന്നത്. ഷാർജയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം, കെട്ടിടങ്ങൾക്ക് വലിയ നാശനഷ്ടം. ഷാർജയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന്റെ ചില ചിത്രങ്ങൾ ഷാർജ തന്നെ പുറത്തുവിട്ടു. ദുബായ് തുറമുഖത്ത് കിടന്ന കുവൈറ്റ് എണ്ണക്കപ്പലിന് നേർക്കും ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റ് എണ്ണക്കപ്പലിലെ 24 ജീവനക്കാരും സുരക്ഷിതരാണ് എന്ന് ദുബായ് പറഞ്ഞു. മുൻപ് അലി ഖമനയെ പുലർത്തിയിരുന്നത് തന്ത്രപരമായ ക്ഷമയെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയെ എവിടെയെന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. അദ്ദേഹം സുരക്ഷിതനായി ഏതെങ്കിലും ഒരു ബങ്കറിൽ ഒളിച്ചിരിപ്പുണ്ടോ അതോ ഗുരുതരമായ പരിക്കുകളോടെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലാണോ? റഷ്യ ഉൾപ്പെടെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് അദ്ദേഹം കടന്നുവോ? മുജ്തബ ഖമനയെ ഇതുവരെ തന്റെ ആണവനയം വ്യക്തമാക്കിയിട്ടില്ല. അലി ഖമനയെ മരിച്ചതോടെ അദ്ദേഹത്തിന്റെ ഫത്വ അസ്തമിച്ചിരിക്കുന്നു. ഇറാൻ ഒരു ആണവായുധം നിർമ്മിച്ചാൽ അത് ലോകത്തിന്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഭീഷണിയാകും എന്ന തലത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നു. ഇറാന്റെ മിസൈലുകൾക്ക് അമേരിക്കയിൽ എത്താനുള്ള ശേഷിയില്ല. എന്നാൽ 5000-ലധികം ആണവായുധമുള്ള അമേരിക്കയെ വെല്ലുവിളിക്കാൻ വെറും 2-3 ആണവായുധങ്ങൾ വെച്ച് ഇറാനും കഴിയില്ല. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ തങ്ങളും ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുമെന്നാണ് സൗദി അറേബ്യയുടെ നിലപാട്. ഇത് പശ്ചിമേഷ്യയിൽ കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കും. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറയുന്നത് പുതിയ നേതാവിന്റെ നിലപാടുകൾക്കായി കാത്തിരിക്കണമെന്നാണ്.
മൊജ്തബ ഖമനെ എന്തിനും പഠിക്കാത്ത ക്രൂരനാണ് എന്ന് ഇസ്രയേൽ വിലയിരുത്തുന്നു. അതിതീവ്ര ആക്രമണങ്ങളിലേക്ക് ഇസ്രയേൽ കടക്കുന്നതിന് പിന്നിൽ അവർക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചാഞ്ചാട്ടങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം ലക്ഷ്യമിടുന്നതും വലിയ ആക്രമണ പദ്ധതികൾ തന്നെയെന്ന് സൂചിപ്പിക്കുന്നതാണ് എല്ലാറ്റിനുമൊടുവിൽ ഇസ്ഫഹാനിൽ നടന്ന ഈ ബങ്കർ ബസ്റ്റർ ബോംബാക്രമണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.